പത്തനംതിട്ടയിൽ തന്നെ നമുക്ക് മല്ലപ്പുഴശ്ശേരി എന്ന പഞ്ചായത്തിലേക്ക് ഇനിയൊന്ന് പോകാം. അവിടെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണുള്ളത്. പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. കടകളും ഓഡിറ്റോറിയങ്ങളും വെള്ളത്തിനടിയിലാണ്. റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, അപ്പോൾ അവിടെയും സമാനമാണ്. എല്ലാ സ്ഥലങ്ങളിലും ദുരിതമാണ്, നഷ്ടക്കണക്ക് മാത്രമാണ്, പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ റഹീസ്? കാഞ്ഞിരവേലി എന്നൊരു സ്ഥലമാണ്. ഒരു ഇന്നോവ കാറ് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള വാഹനങ്ങൾ, സ്കൂട്ടറുകളടക്കം തൊട്ടപ്പുറത്തെ വീട്ടിൽ വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗത്തേക്ക് പോയി. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ബോട്ടിൽ പോകുമ്പോൾ അകത്ത പ്രദേശങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. നമ്മൾ ഈ പോകുന്നത് റോഡിലൂടെയാണ്. ഇങ്ങോട്ടുള്ള റോഡിൻ്റെ നടുവിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഉൾപ്രദേശത്തിൽ ഒരു തരത്തിലും ഇപ്പോൾ അങ്ങ് ദൂരെ ഒരു ഷെഡ് കാണുന്നുണ്ട്. ആ ഷെഡ് പൂർണ്ണമായും അതിൻ്റെ ഏതാണ്ട് ഒരു 70-80% തന്നെ പൂർണ്ണമായും മുങ്ങി. അതിനിപ്പുറത്തെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് വെള്ളമുണ്ട് ഇപ്പോഴും. അതായത് മഴ ശക്തമായി ഈ പ്രദേശത്ത് അങ്ങനെ പെയ്യുന്നില്ല. വനമേഖലയിലും മഴയില്ല, എന്നിട്ടും വെള്ളം ഇറങ്ങാതെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത്, ആറന്മുളയുടെ ഈ ഭാഗത്ത് മുഴുവൻ നമ്മൾ കാണുന്നത്. ഇങ്ങനെ പോയാൽ ഇവിടെ നമ്മുടെ കൂടെ പഞ്ചായത്ത് വാർഡ് മെമ്പറുണ്ട്. ഇങ്ങനെ പോയാൽ എപ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങുമെന്നാണ് നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ? ചേട്ടാ, ഇത് റാന്നി പോലുള്ളൊരു പ്രദേശമല്ല. റാന്നി മഴ പെയ്ത് വെള്ളം മുങ്ങിയാൽ എളുപ്പം വെള്ളം തിരിച്ചിറങ്ങുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഇത് ചതുപ്പായ സ്ഥലമാണ്. ഇതെങ്ങനെ പോയാലും നല്ല വെയിലാണെങ്കിൽ ഒരാഴ്ചയോളം ഈ വെള്ളം നിൽക്കും. ഒരാഴ്ച വെള്ളം നിൽക്കും? തീർച്ചയായിട്ടും ഒരാഴ്ചയോളം ഇവിടുത്തെ വെള്ളം നിൽക്കും. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റോഡ്. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന റോഡാണ്? ഇത് ഇലന്തൂർ ആറന്മുള റോഡാണ്. പ്രധാനപ്പെട്ട റോഡാണ്, മെയിൻ റോഡാണ്. ഇതിലാണ് നമ്മൾ ഇപ്പം സ്വാഭാവികമായും മഴ ഇപ്പം കുറച്ച് പെയ്യുന്നുണ്ട്. ഇന്നലെ ഒന്നും വലിയ മഴയില്ലായിരുന്നു. അപ്പോൾ വെള്ളം താഴേണ്ടതല്ലായിരുന്നോ നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച്? തീർച്ചയായിട്ടും വെള്ളം താഴെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വെള്ളം എളുപ്പം അങ്ങനെ താഴുന്നൊരു സ്ഥലമല്ല. ഇത് കൂടുതലും ചതുപ്പ് സ്ഥലങ്ങളായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇതൊരു കണ്ടമാണ്. ഇത് രണ്ട് സൈഡിൽ കാണുന്ന കണ്ടമാണ്. പുഞ്ചക്കാട്ടി കഷ്ടത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമായി ഇപ്പം നമ്മൾ നോക്കിയാൽ 6 പോലെ തന്നെയല്ല കിടക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു 3-4 വെള്ളം ഈ കണ്ടത്തിൽ തന്നെ കാണും. അതാണ് ഈ കിടക്കുന്നത്. ഒരു വയലാണ്. ആ വയലിന് ഒരു കായൽ പോലെ കിടക്കുന്നത് വയലാണ്. വയലിൻ്റെ ഇപ്പുറത്ത് കുറേ അധികം ആളുകൾ താമസിക്കുന്ന കാണുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രായമായ ആളുകളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാരെല്ലാവരും ചേർന്ന് വള്ളത്തിലൊക്കെ മാറ്റുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് ഇപ്പോൾ റോഡ് ഏതാണ്, അല്ലെങ്കിൽ തോട് ഏതാണ്, പുഴ ഏതാണ് എന്ന് മനസ്സിലാവാത്ത തരത്തിലാണ് കാഴ്ചകൾ. വലിയ ബുദ്ധിമുട്ടും ദുരിതവും അനുഭവിക്കുകയാണ് നാട്ടുകാർ. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഈ പത്തനംതിട്ട ജില്ലയിൽ ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണുള്ളത്, നാളെ ഓറഞ്ച് അലേർട്ടാണ്. ഇനിയും മഴ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ്. നേരത്തെ ആ നാട്ടുകാരനൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാടറിയുന്നവരാണ്. അവർ പറയുന്നത് ഇനിയും ഒരാഴ്ച കൂടി ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇവിടെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളിലും കൃഷിഭൂമിയിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. SS സരൺ നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സരൺ, അപ്പോൾ ഇതാ ആളുകളെ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്? ശിഖാസ്, അത്തരത്തിലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രയാർ എന്നുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ ആളുകളെ ഇപ്പോൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളും മുങ്ങി താഴ്ന്നിരിക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടുതലായിട്ട് ഇവിടേക്ക് കുത്തിയൊലിച്ച് എത്തിയോടുകൂടി ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആരൊക്കെയാണോ അവരെ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. ഇത് മാടവന എന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. കരുതറ്റം വെള്ളത്തോളം ഉണ്ട് ആ ഭാഗത്ത്. എന്നാൽ ബുദ്ധിമുട്ടാണ്. ഇവരെ വള്ളമായി പോയി രക്ഷപ്പെടുത്തുകയായിരുന്നു. 3 ദിവസമായിട്ട് ഒറ്റയ്ക്കാണ്. അവിടെ വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഭക്ഷണമൊക്കെ? അപ്പോൾ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. ഏകദേശം 3 കിലോമീറ്ററോളം അപ്പുറമാണ് ഇവർ നിന്നത്. ഒറ്റയ്ക്കായിരുന്നു. മക്കളൊക്കെ? മക്കളെ അവരുടെ യാവനയ്ക്ക് അവർ പോയി. എവിടെ വെള്ളം കാര്യമായി പൊങ്ങിയത്?
അത് രണ്ട് ദിവസം ഷിഗാസ് ഇപ്പോൾ ദാ ഈ തോണിയിൽ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. വെള്ളക്കെട്ടിലൂടെ കഷ്ടപ്പെട്ട് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ വയോധികയുമായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇനി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റാരെങ്കിലും അവിടെ അവിടെ നമ്മൾ തിരക്കി, അവിടെ ആരും ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല. നമ്മൾ അറിഞ്ഞപ്പോഴത്തേനും അന്നേരം തന്നെ പോയി. ഇതെപ്പോഴാണ്? നമ്മളൊരു 3/4 മണിക്കൂറിനുള്ളിൽ അറിഞ്ഞു. ഭക്ഷണമില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത്രയും വെള്ളം കണ്ടതായിട്ട് അറിഞ്ഞത്. അന്നേരം തന്നെ അമ്മയെ കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ ഒന്ന് കഴിച്ചിട്ടില്ല? ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. അത് ചേട്ടനൊക്കെ മേടിച്ചു കൊടുത്തു, അങ്ങനെ കഴിച്ച. അമ്മേ, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലേ? ഇല്ല മോനെ. മകളാണ്. അല്ല, ഞാൻ മെമ്പർ. അവിടെ വേറെ ആരും ഇല്ലായിരുന്നോ? തൊട്ടപ്പുറത്തൊന്നും ആരും ഇല്ലായിരുന്നോ? അല്ല, എന്റെ ഉടുപ്പ് എല്ലാം ഫോണും പോയി. അമ്മ അവിടെ പേടിച്ചിരിക്കുവായിരുന്നു. ഞങ്ങൾ ചെന്നിട്ടും അമ്മയ്ക്ക് വരാൻ പേടിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു, പിന്നെ അമ്മ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഇവര് രണ്ടുപേരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഫുഡില്ല. കാര്യമായി പൊങ്ങിയിട്ടുണ്ടോ വെള്ളം? കാര്യമായിട്ടൊന്നല്ല, വെള്ളം ഉണ്ട്. ഇന്നലത്തെ കാര്യമൊന്നും നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ അന്നേരം തന്നെ പോയി. ഞങ്ങൾക്ക് ഭയങ്കര ആഴമായിരുന്നു. ഞങ്ങൾ എന്നിട്ടും അവിടെ നീന്തിപ്പോയി. ഞങ്ങൾ അമ്മയെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് വരാനൊരു മനസ്സില്ല. മക്കളുടെ കാര്യം ഓർത്ത്. ഈ പഞ്ചായത്ത് മൊത്തം മുങ്ങിക്കിടക്കുക. ബാക്കി എവിടെങ്കിലും 3-ാം വാർഡിലുള്ള അമ്മ. അപ്പോൾ എന്നെ വേറെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ മെമ്പറെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് മെമ്പർ ഫോൺ എടുക്കുന്നില്ല, എന്തോ കിട്ടുന്നില്ല മെമ്പർ. പിന്നെ ഞാൻ വോയിസ് മെസ്സേജും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ പേടിക്കണ്ട അമ്മ വരണ്ടു പോയി. ഞാൻ കൂടെ ഉണ്ട്. SVHSലോട്ടാകാം. അമ്മയുടെ തുണിയും കാര്യങ്ങളും ഫുഡും എല്ലാം ഇതിനകത്തുണ്ട്. പേടിക്കണ്ടോന്നു. ഭക്ഷണം കഴിക്കണ്ട. ശരി, എടുക്കാം. എന്തായാലും അതാണ് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തിയതായി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ആകെ ആള് ഭയപ്പെട്ടിരിക്കുകയാണ്. നല്ല വെള്ളമായിരുന്നു. 2-ാം പാർട്ടും 3-ാം പാർട്ടും നല്ലോണം വെള്ളമാണ്. ചുറ്റോട് വെള്ളമായതുകൊണ്ട് ഇത്രയും പ്രശ്നമായ കുഴപ്പമില്ല. അതാണ് ഷിഗാസ്. ഇപ്പോൾ ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ പാണ്ടനാട് പഞ്ചായത്ത് ആകെ തന്നെ നടക്കുന്നതെന്നുള്ളതാണ്. ഈ വാർഡുകൾ ആകെ തന്നെ മുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ കണ്ടെത്തി ഇത്തരത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മന്ത്രിമാരൊക്കെ അത് തന്നെയാണ് ആവർത്തിച്ച് പറയും. നിങ്ങൾ ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഉറപ്പായും ഇപ്പോൾ നമ്മളോടാണെങ്കിൽ പോലും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ, നമ്മുടെ വീട് ഉപേക്ഷിച്ച് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷേ സാഹചര്യം കുറച്ച് പ്രശ്നമാണ്. ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ടയിലുള്ള ആളുകൾ കുറച്ചുകൂടി ഒരു ഗൗരവത്തോടു കൂടി ഒരു സാഹചര്യത്തെ മനസ്സിലാക്കണം. നിങ്ങളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നുള്ളൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും അനുസരിക്കുക. ഇപ്പോഴും ഒറ്റപ്പെട്ട് ചില ആളുകളെങ്കിലും വീടിൻ്റെ 2-ാം നിലയിലേക്ക് ഉണ്ടാവും. അപ്പോൾ അവരും എത്രയും വേഗം മാറാൻ തയ്യാറാവുക. ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാത്ത അവസ്ഥ പോലും ഉണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂരിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ആ അമ്മയെ ഇപ്പോൾ സുരക്ഷിതയായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ മെമ്പറെയൊക്കെ കണ്ട സമയത്ത് ആ അമ്മ ചേർത്ത് പിടിക്കുകയാണ്. മുഖത്ത് അപ്പോഴാണ് ഒരു ചിരി വിടരുന്നത്. അതുവരെ വലിയ ടെൻഷനായിരുന്നു, പാനിക്കായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവരും പറയുന്നത്.